ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ തയ്യൽ പഠിക്കാം. അതായത് നമ്മളിടുന്ന ഡ്രസ്സ് നമ്മൾ തന്നെ തയ്ക്കുക എന്ന് പറയുന്ന ഒരു അഹങ്കാരമാണല്ലോ. ഹലോ, നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സ് തയ്ച്ചിടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ, അപ്പോൾ തന്നെ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കില്ലേ. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ബിസി ലൈഫിൽ അങ്ങനെ സ്റ്റിച്ചിങ് സമയം കണ്ടെത്താതെ, അതുപോലെ തന്നെ ഈ മെഷർമെൻറ്റ് കാൽക്കുലേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ അതിലങ്ങോട്ട് പോകാതെ ഇപ്പോഴും സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും മാറി നിൽക്കുന്ന കുറച്ച് അധികം ആൾക്കാർ കാണുമേ. അപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന കറക്റ്റ് പ്ലേസിലാണ്. നിറയെ ബേറെ പ്രഷ്യസ്. ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നതും ഞാൻ വിത്തിൻ എ വീക്കാണ് തയ്യൽ പഠിച്ചത്. എനിക്കിങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ യൂട്യൂബ് നോക്കിയിട്ടല്ല. പക്ഷേ യെസ്, ഞാൻ ഈസിയസ്റ്റ് വേ ടു സ്റ്റിച്ച് എന്ന രീതിയിലാണ്, ഏറ്റവും എളുപ്പത്തിൽ ഞാൻ തയ്യൽ പഠിക്കാൻ എന്ന് കണ്ടെത്തി പഠിച്ച ഒരാളാണ്. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ എടുത്ത സമയത്ത് കുറേ അധികം ആൾക്കാർ ചോദിക്കാറുണ്ട്, ചേച്ചി പ്ലീസ് ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് തയ്യൽ പഠിച്ചതെന്ന്, അതും ഒരു വീക്കിൽ 1.5 വീക്കിലൊക്കെ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഇറ്റ്സ് കറക്റ്റ് ടൈമാണ്. ആൻഡ് ദിസ് പേജ് ഈസ് നോട്ട് ഓൺലി ഫോർ സ്റ്റിച്ചിങ് വീഡിയോസ്. അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. നിങ്ങൾക്ക് തയ്യൽ പഠിക്കണമെന്ന് അധികം ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഫോളോ മൈ പേജ്. ആൻഡ് നിങ്ങളുടെ കൂടെ കാണത്തില്ലേ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ, അവർക്ക് അയച്ചു കൊടുത്തിട്ട് പറ ഇനിയെങ്കിലും തയ്യൽ പഠിക്കാതെ ഈസി ആയിട്ടുള്ള വെയിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഡു ഫോളോ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.